ഹോ, സമാധാനമായി. ഹോ, ഈ വീട്ടിൽ എത്ര ജോലിയാ, എടുത്താലും എടുത്താലും തീരുന്നില്ല. ഇപ്പോഴാ കുറച്ച് സമാധാനമായിട്ടൊന്ന് ഇരിക്കാനുള്ള സമയം കിട്ടിയത്. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാം. അമ്മേ, പാറുവിനോട് കൈയൊന്ന് എടുക്കാൻ പറയമ്മേ. അമ്മേ, പാറുവിനോടൊന്ന് കൈ എടുക്കാൻ പറയാ. എത്ര സമയമായി ഇവൾ എന്റെ മീഡിയിൽ പിടിച്ചിരിക്കുന്നത്? ഒന്ന് കൈ എടുക്കാൻ പറയമ്മേ. എന്റെ ദൈവമേ, ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാന്ന് വെച്ചാൽ അതിനും കൂടി സമ്മതിക്കില്ല. എടി പാറു, കൈ എടുക്കടി. രണ്ടുപേരും കൈയെടുത്തില്ലെങ്കിൽ ഇപ്പൊ ഞാൻ രണ്ടുപേരുടെയും കൈ വെട്ടിയെടുക്കൂട്ടോ. അമ്മ, ഇവിടെ ടി വി നോക്കുന്ന സമയത്ത് എല്ലാം എന്നെ നോക്കിയിട്ടാ ചെയ്യുന്നത്. ഞാൻ നിന്നെ നോക്കി എന്ത് ചെയ്തു? നീയല്ലേ ടി വി കാണാൻ വേണ്ടി വിളിച്ചത്? അതുകൊണ്ടല്ലേ നിന്റെ അടുക്കൽ ഞാൻ വന്നത്. വിളിച്ചെന്ന് പറയുമ്പോ ഞാൻ വെച്ചതല്ലേ നീ നോക്കേണ്ടത്. നിനക്കാണെങ്കിലോ വേറെ എന്തൊക്കെയോ വെക്കണം, കാർട്ടൂൺ കാണണം. മക്കളെ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നതിന് പകരം വേറെ വേറെ ഇരിക്കുന്നു. അതാ എനിക്കും നല്ലത്, ഈ വീടിനും നല്ലത്, നിങ്ങൾക്കും നല്ലത്. അമ്മേ, കുറെ സമയമല്ലോ, അച്ഛൻ ഇതുവരെയും ജോലി കഴിഞ്ഞ് വന്നില്ലേ? മക്കളെ, അച്ഛനിന്ന് ഓഫീസിൽ നല്ലോണം ജോലിയുണ്ട് അത്ര. അതുകൊണ്ട് അച്ഛൻ ഇന്ന് വരില്ല എന്ന് പറഞ്ഞു, നാളെ വരുള്ളൂ അത്ര. അയ്യോ, കറണ്ട് വരെ പോയല്ലോ. ഞാനാണെങ്കിൽ എമർജൻസി ആയിട്ട് ചാർജും കുത്തിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവിടെ ആണേലും മെഴുകുതിരിയും. ഇനിയിപ്പോ എന്താ ചെയ്യാ മക്കളെ? കട തുറന്നിട്ടുണ്ടാവോ എന്തോ. മെഴുകുതിരി വാങ്ങിച്ചു വരായിരുന്നു. എടി പാറു, നീ പിറകിൽ നോക്ക്. അതാ പിറകിൽ ആരാണെന്ന് നോക്ക്. അമ്മേ, നോക്കമ്മേ, ഞാൻ എന്തേലും ചെയ്തോ? ഇവളെന്നെയല്ലേ വെറുതെ വഴക്ക് കൂടാൻ വരുന്നത്? എപ്പോഴും ഇവളെന്നെയാ വഴക്ക് കൂടാൻ വരുന്നത്. എടി ലച്ചു, ഈ കറണ്ട് പോയ സമയത്താണോ നിന്റെ വികൃതികള്? പുറത്തെങ്ങാനും കള്ളന്മാരെ മറ്റോ ഉണ്ടെങ്കിൽ നേരെ അകത്ത് കയറി വരും. ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി പറഞ്ഞാൽ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് വരെ ആള് വരും. എടി പാറോ, ഇവിടെ മൊത്തം ഇട്ടാണല്ലോ. നിനക്ക് എങ്ങനെയാ അറിഞ്ഞത് ഞാനാണ് അടിച്ചതെന്ന്? ചിലപ്പോ പ്രേതം വന്ന് അടിച്ചതാണെങ്കിലോ? എടി ലച്ചു, മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ അടിക്കുന്നത് എനിക്ക് കണ്ടതാ. അവളെ നോക്കിയേ, എത്ര പാവത്തോടെ ആയിരിക്കുന്നത്. പേടിച്ച് വിറച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇനി അവളെ നീ അടിച്ചാൽ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടോട്ടോ. എടി പാറു, പുറത്ത് നോക്കിയേ, നായയുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നത് കണ്ടോ? ശരിക്കും പ്രേതം ഉണ്ടെന്നാ തോന്നുന്നത്. മോളെ, അതൊന്നും ഉണ്ടാവില്ല. വെളിയിൽ ആരെങ്കിലും പോകുന്നത് കണ്ടിട്ട് നായ കുരക്കുന്നതായിരിക്കും. ഹാവൂ, കരണ്ട് വന്നു. മക്കൾ കരയല്ലേ കേട്ടോ. ഞാൻ തിന്നാൻ എന്തേലും എടുത്തു വരുന്നേ. ശരി അമ്മേ. എടി പാറു, എൻ്റെ അടുത്ത് നല്ലൊരു അടിപൊളി ഗെയിം ഉണ്ട്. നമുക്ക് രണ്ടുപേർക്കും കളിച്ചാലോ? എടി പാറു, ഇത് നല്ല അടിപൊളി ഗെയിമാ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇത് കളിക്കാറുണ്ട് അത്രേ. നല്ല ഗെയിമാ, അടിപൊളി ഗെയിമെന്നാ എല്ലാവരും പറയുന്നത്. ഓ, അങ്ങനെയാണോ? എന്നാ ശരി, നാളെ എൻ്റെ അടുക്കൽ നീ തല കെട്ടാൻ വേണ്ടി വാ. ഞാൻ തല കെട്ടി തരുന്നത് നീ കാണുമല്ലോ. മക്കളെ, ഞാൻ നേരത്തെ പാസ്ത തയ്യാറാക്കിയിരുന്നു. വാ, വന്ന് രണ്ടുപേരും വന്ന് പാസ്ത കഴിച്ചേ. തായിരുന്ന് കഴിക്കട്ടോ. അവിടെ സോഫയിലിരുന്നാൽ സോഫയിൽ മൊത്തം ആവും. അതുകൊണ്ട് തായിരുന്ന് കഴിക്കേ. അമ്മേ, ഞാൻ വലുതല്ലേ, ഞാൻ സോഫയിലൊന്നും ആക്കില്ല. വേണമെങ്കിൽ പാറു തായിരിക്കട്ടെ, ഞാനിവിടെ ഇരുന്ന് കഴിക്കാം. രണ്ടുപേരും വഴക്ക് കൂടാണ്ട് രണ്ടുപേരും തായിരുന്ന് ഭക്ഷണം കഴിക്കേ. രണ്ടുപേരും തായിരുന്ന് കഴിക്കേ, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഇന്ന് പാസ്ത ഇല്ല. ശരി അമ്മ, താഴെ തന്നെ ഇരുന്ന് കഴിക്കാം. അമ്മ, ഇവിടെ നോക്കമ്മേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറെ പാസ്ത, എനിക്കാണെങ്കിൽ കുറച്ച് പാസ്തയാണ് ഇട്ടിട്ടുള്ളത്. ഇല്ല മക്കളെ, ഞാൻ രണ്ടുപേർക്കും ഒരുപോലെ ആയിട്ടത്. മക്കൾക്ക് വേണമെങ്കിൽ അമ്മയുടെ നിന്ന് കുറച്ചിട്ട് തരാട്ടോ. താങ്ക് യു അമ്മേ. അയ്യോ മക്കളെ, ഇതിനും വഴക്ക് കൂടാതെ നിങ്ങള്. വേണമെങ്കിൽ അവിടെ ഇനിയും ഉണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വരാം. ആദ്യം ഇതൊന്ന് കഴിച്ചു തീർക്കെ, എന്നിട്ട് വീണ്ടും വിട്ടു തരാം. അതേടി, നിന്നെ അമ്മയ്ക്ക് ഇഷ്ടമൊന്നുമില്ല. നിന്നെ അമ്മയ്ക്ക് കുപ്പത്തൊട്ടിന്ന് വീണ് കിട്ടിയതാ. ഇല്ല മക്കളെ, അത്
ചേച്ചി നിന്നെ വെറുതെ കളിക്കാൻ വേണ്ടി പറയുന്നതാ. അല്ലൊന്നും അല്ല പാറു, നിന്നെ അമ്മക്ക് വീണ് കിട്ടിയത് തന്നെയാ. നിനക്ക് സങ്കടാവണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ പറയാത്തതാ. ഇല്ല മക്കളെ, നിന്നല്ല വീണ് കിട്ടിയത്, ചേച്ചിയാ കുപ്പത്തൊട്ടിന്ന് വീണ് കിട്ടിയത്. അമ്മേ